വാട്സ് ഇൻ മൈ ബാഗാണ് നവീൻ ദുൻ. ഇതൊരു കട തുടങ്ങാനുള്ള സാധനം. ഹായ് ഗായ്സ്, വെൽക്കം ടു കൊച്ചിക്കാരൻ്റെ കൊട്ടങ്കരി. ഇന്ന് ഞാനൊരു പുതിയ ഗസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ ബെസ്റ്റി നവീന്ദു. ഹലോ. സോ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേ? പുതിയ വീഡിയോ. ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയതാണോ വലിയ വീഡിയോ ആണ്? വലിയ വീഡിയോ വേണമെങ്കിൽ ചെറിയ വീഡിയോ ആണ്, അത് നിന്റെ കയ്യിലിരിക്കും. ശരി, നമുക്ക് ഇവളിപ്പോൾ വന്നിരിക്കുന്നത് ദുബായിൽ നിന്നാണ്. സോ ഇവളുടെ ഒരു സ്പെഷ്യാലിറ്റി, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാഗ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ബാഗ് കണ്ടാൽ തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് തോന്നും. കാരണം കണ്ട ഒരു ചാക്ലേറ്റ് പോലത്തെ ഫീലിംഗെങ്കിലും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്, അതും ബ്രാൻഡായിട്ടുള്ള. സോ നമുക്കത് കണ്ടല്ലോ. ഓക്കെ, ശരി. സോ വാട്സ് ഇൻ മൈ ബാഗാണ് നവീന്ദുൻ്റെ. എൻ്റെ വാട്സ് ഇൻ മൈ ബാഗ് ഒരു ചെറിയ വീഡിയോ ആണ്, പക്ഷെ വലിയൊരു ഫീലിംഗ് ഉണ്ട്. ഇത് ബ്രാൻഡ്, ഇത് ആൽഡോ എന്ന് ബ്രാൻഡ് ദുബായിൽ നിന്ന്. ഇത് എന്റെ ട്രാവൽ ബാഗ് പ്ലസ് വർക്ക് ബാഗ് ആണ്. ഇതിൽ ഒത്തിരി സാധനങ്ങൾ കൊള്ളും. അതെങ്ങനെ കൊള്ളുന്ന ലാസ്റ്റിൽ ഞാൻ പറയും. തെങ്ങട്ടെ. ഇത് ഞാൻ ട്രാവൽ ചെയ്യുന്നോണ്ട്, ഇത് എപ്പോഴും എന്റെ ബാഗിൽ ഉണ്ടാവില്ല. ഇത് ഞാൻ ട്രാവൽ ചെയ്യുന്നോണ്ട് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കിൻ ലോഷൻ ആണ്. QV. ഇവിടെയും കിട്ടും തോന്നുന്നു ഈ ബ്രാൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഒരു ട്രാവൽ സൈസ്. ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ട്രാവൽ സൈസ്. ഞാൻ ട്രാവൽ ചെയ്യുന്നോണ്ട് this is for you. For me. Thank you. Okay. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലേറ്റർ ഓൺ നമുക്ക് ആ ബ്രാൻഡ് തന്നെ വാങ്ങിക്കാം. കുഞ്ഞി കുത്തിയാ പക്ഷെ നല്ല ക്വാളിറ്റി, ലൈക്ക് ഡോക്ടേഴ്സ് പറയുന്നത്. കാണുന്നുണ്ടല്ലോ ബ്രാൻഡ്. അടുത്ത് കാണിച്ചാൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ട്രാവൽ എസെൻഷ്യൽസ് ആണ് എൻ്റെ അടുത്ത് ആദ്യമുള്ളത്. ഫസ്റ്റില് ബോർഡിംഗ് പാസ്. പണ്ട് ലൈക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ബോർഡിംഗ് പാസ്, മൈ പാസ്പോർട്ട്. പിന്നെ ഫ്ലൈറ്റില് വേറെ ആരെയും ശല്യം ചെയ്യാതെ ഫ്ലൈറ്റിനാവുന്ന ആവശ്യമില്ല. അത് എൻ്റെ കിൻഡിൽ ഉണ്ട്. ചാർജ് 1%, 19%. പിന്നെ ഇനിയിപ്പം ഇൻ കേസ് ബുക്കാണ് വായിക്കുന്നതെങ്കിൽ ടോർച്ച്. ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്ത് അതിന്റെ ലൈറ്റ്, റീഡിംഗ് ലൈറ്റ്. ഫേസിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് ഇത് റീഡിംഗ് ലൈറ്റ് ആയി ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ച് ഇതിങ്ങനെ ബുക്കിലേക്ക് റീഡിംഗ് ലാമ്പ്. 2 സ്കിൻ കെയർ. ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ഡേ ടൈമിനുള്ളതും, ഒന്ന് പോലാസ് ചോയ്സ് പറഞ്ഞിട്ട് ഞാൻ തന്നെ വാങ്ങിച്ചത്. ഇത് നൈറ്റ് സ്കിൻ കെയർ. അത് രണ്ടും. ഇത് ഫോർ ഹെയർ ഇൻവാൻറ്റി ഫ്രം അവേദ. ഇങ്ങനെ ഓയിൽ അല്ല, നല്ല തണുപ്പില്ലേ, ഒരു ലിക്വിഡ് സാധനം. മിനീസ് ആണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട്. എന്നിട്ട് എൻ്റെ ബാഗ് ഇത്രയും വലുത്. ഇതും വെയിറ്റ് കുറഞ്ഞിട്ട് കുറച്ച് ബാക്കിയുള്ളൂ അതിനകത്ത്. എൻ്റെ പെർഫ്യൂം അടിച്ചടിച്ച്. ഇതിൻ്റെ ലിഡ് ഭയങ്കര വലുപ്പം കട്ടിയുമാണ്, വെയിറ്റുമാണ്. അതുകൊണ്ട് യൂഷ്വലി ഡോണ്ട് ടേക്ക് ദാറ്റ്. പിന്നെ റാൻഡമായിട്ട് ഒരു മിനി സൈസ് ഉണ്ട് ലിപ് ബാം. കളേർഡ് ഇവിടെ ഉണ്ടാവാറില്ല. ഇവിടെ നമ്മൾ കാണാത്ത ഒരു ഷെയ്ഡ്. ഏറ്റവും ചീപ്പായിട്ട്, പക്ഷെ ടിൻറ്റിനും അതുകൊണ്ട് വാസലിൻ ഇസ് ലൈക്ക് ദ ഒറിജിനൽ ഗാങ്സ്റ്റർ. അപ്പം കളേർഡ് അതിനും ചെറിയ സൈസ്. ഇതും സെയിം പ്രോഡക്റ്റ് ആണ്. ഞാൻ 2 ഫോമിൽ കൊണ്ട് നടക്കുക. എന്താ വെച്ചാൽ നാട്ടിലൊക്കെ വരുമ്പോൾ നമ്മള് വേർപ്പ് ഉണ്ടാവുമ്പം ഇത് ഫസ്റ്റ് കുളിച്ച ഉടനെ നമ്മളത്, ഇതൊരു സ്റ്റോണാണ്. ഇറ്റ്സ് ലൈക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത ഫ്ലേവർ ഉണ്ടോന്ന് ദൈവത്തിനറിയാം. ഇത് വെറ്റ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പെർഫ്യൂം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വെറ്റ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിങ്ങനെ സ്കിന്നിലേക്ക് മിസ്റ്റ് ചെയ്താൽ മതിയല്ലോ. സ്മെല്ലൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ക്ലീൻ. ഇറ്റ് വിൽ കിൽ ഓൾ ദ ബാക്ടീരിയാസ്. ഇത് ഇതിന്റെ സെയിം സാധനത്തിന്റെ ഇതും ഒരു കുഞ്ഞി സൈസ് മോയ്സ്ചറൈസർ. ഇത് മണത്ത് നോക്ക്.
പണ്ടത്തെ ഒരു സോപ്പിന്റെ ഒക്കെ ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് എന്തോ ഒരു സ്മെൽ അല്ലേ, ഫ്രൂട്ടി നൊസ്റ്റാൾജിക് ഒരു സ്മെല്ലാണ്. ഇതും സോൾ വന്നിട്ട് ഇതും ഭയങ്കര ഫേമസ് ഇവിടെ ഉണ്ടെന്നു. അതെ, പിന്നെ ഇത് ഇങ്ങനെയാണെങ്കിലും പക്ഷെ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെയാണ് ശരിക്കും വെക്കേണ്ടതെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഇരിക്കും. ബാഗിലൊക്കെ തല കുത്തിയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ലോഡ് കാർഡ്സ് ഉണ്ട്, എക്സ്പയർ ആയതും എക്സ്പയർ ആവാത്തതും എന്തൊക്കെയോ കാർഡ്സ്, അതെല്ലാം ഒരു ബോക്സിൽ. ഇത് എനിക്കൊരു ബിസിനസ്സുകാരി അയച്ചു തരുന്ന ഒരു നെക്ലസ് ആണ്. സുകന്യത് ബ്രാൻഡ്. വേണമെങ്കിൽ അത് വേറെ ഇത് ഞാനത് പ്രോപ്പർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോക്കാം. പിനാക്ക. ആ നെയിമിന്റെ പേരിൽ എന്താ, വാട്ട് ഇസ് ദ സ്റ്റോറി ബിഹൈൻഡ് പിനാക്ക? പിനാക്ക ആക്ച്വലി നമ്മുടെ ലോർഡ് ശിവന്റെ ഒരു ഇതുണ്ടല്ലോ, ബോ, മറ്റേ തൃശൂലല്ല, എന്താ പറയുന്നത്, അമ്പും. ഒരു സാധനമാണ് പിനാക്ക. പിനാക്കിനായ എന്നവാന്ന് പറയും. അപ്പൊ ആ പേര് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ പിനാക്ക. ഇതെനിക്ക് അവിടെ പോയി ഓണത്തിന് ഇടാൻ വേണ്ടി പ്രൊമോഷൻ. ഇതിന്റെ തന്നെ കമ്മലും ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു എല്ലാത്തിനോടെയും സാരീന്റെ ഒക്കെ കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനിലുള്ള ഇതേ സാധനം തന്നെ കമ്മലും ഉണ്ട്. ഇത് രണ്ടും പിനാക്കയിൽ നിന്ന് അയച്ചതാണ്. ഞാനത് പാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ റെഡി ആക്കി. ഇതാണ് ഒരു ക്യൂട്ടായിട്ടുള്ള കമ്മൽ. അങ്ങനെ ബ്രാൻഡ് പ്രൊമോഷനും. പിനാക്കൻ്റെ മാലകളൊക്കെ ഇങ്ങനെയാണ്. എൻ്റെ ഇൻസ്റ്റ പേജ് ഉണ്ട്, അതിൽ പോയി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് രണ്ട് ട്രാവൽ സൈസ് ക്ലെൻസർ ഞാൻ എടുത്തിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ യൂസ് വന്നില്ല, എന്നാലും ഇവിടെ വല്ല സോപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതെ, പിന്നെ എൻ്റെ കയ്യിലുള്ളത് എവിടെന്നെങ്കിലും നല്ല ടീ കുടിക്കണം തോന്നിയാൽ കുറച്ച് ടീ എടുത്ത് ഞാൻ. അതിൻ്റെ ഉള്ളിൽ എന്താണ് ആക്ച്വലി ഉള്ളത്? ഇത് ശംഖുപുഷ്പം എന്ന് പറയുന്ന ഫ്ലവർ ഇല്ലേ, അത് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കണം. ഇത് ഇടുമ്പോഴത്തേക്കും ബ്ലൂ കളറിൽ ടീ കിട്ടും. അതിൽ എന്നിട്ട് ലെമൺ സ്ക്വീസ് ചെയ്ത് അത് പിങ്ക് കളറാവും. കാണാൻ ഭംഗിയുള്ള ഒരു കളേഴ്സിലുള്ള നമുക്ക് കുടിക്കാൻ പറ്റും. അതെ, ടേസ്റ്റ് വലിയ വ്യത്യാസം, പക്ഷെ കാണാൻ നല്ല ലുക്കായിരിക്കും, അതുകൊണ്ട് ഞാൻ കുടിക്കും. ഇതെന്റെ ട്രാവൽ ബ്രഷ്. ഞാൻ വിചാരിച്ച ഒരു നൈഫായിരിക്കും. കണ്ടാൽ ഒരു നൈഫായിരിക്കും തോന്നും, പക്ഷെ ആൾക്കാരൊക്കെ പേടിക്കും. പക്ഷെ ഇത് ഇങ്ങനെ അസംബിൾ ചെയ്തിട്ട് ബ്രഷ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ലൈക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമല്ല, എപ്പോഴും ബാഗിൽ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ ചെറിയ സ്പേസ് മാത്രം. ഇത് കോൾഗേറ്റിനാണ്. ലൈക്ക് ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോകാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാഗിൽ തന്നെ ഒക്കെ. അതെ, മറന്നും പോവില്ല. അതിന്റെ കൂടെ തന്നെ ഒരു വൈപ്സ് ഇനിയുണ്ട്, ഇനി സാധനങ്ങളുണ്ട്. എന്നതൊരു വെറ്റ് വൈപ്പ്, ചെറിയതല്ലാതെ വലിയ വെറ്റ് വൈപ്പ്, ഷൂ ഒക്കെ വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ബാഗിന്റെ ഉള്ളിൽ അനദർ ബാഗ്. ഇതെന്റെ ഇത്രയും വലിയ ബാഗ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് എല്ലാ സാധനങ്ങളും എപ്പോഴും ഇങ്ങനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ക്വിക്കായിട്ട് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം ഇടുന്ന എൻ്റെ കുഞ്ഞു ബാഗായത്. പള്ളിപ്പെരുന്നാളിന്റെ സാധനം. ഇത് ഞാൻ ഇവിടുത്തെ പള്ളിപ്പെരുന്നാളിന് ഞാൻ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നത്. ഞങ്ങൾ രണ്ടുപേരും പേരൊക്കെ ഉള്ള ഒരു കീച്ചെയിൻ. പേരുണ്ടായില്ലേ? അത് കുഞ്ഞതായിട്ട് എഴുതി. ഇതിൽ പേരുണ്ട്, വേണേ സൂം ചെയ്ത്. ഏതായാലും കാണില്ല എന്നൊന്നും അത്രയും കാണോ? കാണുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ പിടിക്കും പേര്, ഇങ്ങനെ ഭയങ്കര കൂട്ടല്ലേ. പക്ഷെ പള്ളിപ്പെരുന്നാളിന്റെ അത് ഫീൽ ചെയ്യത്തില്ല. ഇതിൽ എന്നെ ക്വിക്ക് ആയിട്ട് ഇപ്പം നമുക്ക് എയർപോർട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ റെഡി ആവണമെങ്കിൽ ഇത് ഫെൻറ്റീൻ്റെ തന്നെ ഗ്ലോസ് ബോം എന്ന് പറഞ്ഞിട്ടൊരു ലിപ് ഗ്ലോസ് ആണ്. ഇതാണ് സുകന്യ പെട്ടിരിക്കുന്നത്. സുകന്യക്ക് നല്ല ലിപ് ഗ്ലോസ് ചേരുന്നുണ്ട്. ഇത് മിനി മസ്കാര, ടു ഫേസ്ഡ് വാങ്ങിച്ച ബ്രാൻഡിൻ്റെ. ഇത് രണ്ടും കൊറിയൻ ബ്രാൻഡ്സാണ്. ഇവിടെ കൊറിയൻ ബ്രാൻഡ്സ് അധികം എല്ലാവരും യൂസ് ചെയ്യും മേക്കപ്പിനും. ഇത് ഇതിൻ്റെ പെയിന്റ് ഒക്കെ പോയി, കാരണം കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത് ഇത് അവർ പ്രൊഡക്ഷൻ നിർത്തിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഏത് ബ്രാൻഡ്? ഇങ്ക് വെൽവെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ നിർത്തിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് കിട്ടാനില്ല, ബ്രാൻഡ് കാണാനില്ല. പക്ഷെ ഇതും കൊറിയൻ തന്നെയാണ്. കളറും ഇതിനകത്ത്
അതെ, ലിപ്സ്റ്റിക് ഒരു സമയത്ത് ഭയങ്കര വൈറലായിട്ടുണ്ട്. ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കമ്മലാണ്. രണ്ട് സൈഡും ഇടാൻ പറ്റും. ഒരു സൈഡിൽ പേളും ഒരു സൈഡിൽ സ്റ്റോണും ആയിട്ട്. താങ്ക് യു അഗെയിൻ, താങ്ക് യു. നോക്ക് ഇഷ്ടമാണ്. കൊള്ളാം. ഇവിടെ ഉണ്ട് ടു സൈഡ്. എൻ്റെ കൈയൊക്കെ അനദർ ഫെൻഡി. ഇത് ഒരു ഗ്ലിറ്റർ പാലറ്റ് ആണ്. എല്ലാവരും യൂസ് ചെയ്യാം. ഷോൾഡറിലും ലിപ്സിലും തിളങ്ങിയിരിക്കണമെങ്കിൽ ഭയങ്കര ഗ്ലോസി. ലൈക്ക് എനിക്ക് പൊതുവെ ഗ്ലിറ്റർ ഭയങ്കര ഇഷ്ടമാണ്. ഐ ആം റിയലി സാഡ്. ഐ വോണ്ട് ലൈക്ക് if I want to be happy, I would just put some glitter. നെയിൽ പോളിഷിനും ഒക്കെ ഗ്ലിറ്റർ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഞാൻ പാച്ച് ഇട്ട് നോക്കട്ടെ. കണ്ടോ ഹൗ ഗ്ലിറ്ററി ഫുൾ ഗ്ലിറ്റർ ഇളങ്ങി ഡയമണ്ട് പറഞ്ഞൊരു ഇതും കൊണ്ടുണ്ട്, വൈറ്റ് കളർ. അതിങ്ങനെ ഈ ഐ ഷാഡോ ഒക്കെ വെറ്റ് ലുക്ക് ആക്കാൻ ബെസ്റ്റാ. അത് അങ്ങനെ അത് അനദർ ലിപ് ബാം വിത്ത് SPF രാവിലെ ഇടാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് കമ്മലിടാൻ മറന്നു പോയാൽ കമ്മലുകൾ ഇടാൻ വേണ്ടി ബാഗിൽ തന്നെ ഒരു കുഞ്ഞു ബോക്സ്, എല്ലാം കവർ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ബോക്സ്. ഇങ്ങനത്തെ ഹാങ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നമുക്ക് കമ്മൽ മാറാനും ഒക്കെ തോന്നിയാൽ ഒരു ബ്രേസ്ലെറ്റ് എനിക്കൊരു ഗിഫ്റ്റ് തന്നത് ഹസ്ബൻഡ് ഉണ്ട്. സൂക്ഷിച്ചതിനകത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഐ ഹാവ് മൈ മേക്കപ്പ് ആപ്ലിക്കേഷൻ. അത് മേക്കപ്പ് ബോക്സിൽ നിന്ന് എസ്കേപ്പ് ആയി അവിടെ കിടക്കാറുണ്ട്. ഇത് മേക്കപ്പ് മേക്കപ്പ് ബോക്സ്. ഇതൊക്കെ ഇത്രയും സാധനങ്ങൾ ട്രാവൽ എസെൻഷ്യൽസ്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ ബാഗ് പുറത്തുനിന്ന് നോക്കിയാൽ തോന്നിയില്ലെങ്കിലും ഒരു ഫുൾ ലോഡ്. ആക്ച്വലി ഒരു സൂപ്പർ മാർക്കറ്റ് ഫുള്ളുണ്ട്. ചില ട്രാവൽ സൈസ് ആയിട്ട് പോലും ഇത്രയും ഉണ്ട്. ഇതിൽ എന്റെ ഫുൾ മേക്കപ്പ് പാലറ്റ് ഉണ്ട് ഈ ഒരു കുഞ്ഞി ബോക്സിൽ. ഇതിവിടെ പോപ്പുലർ ആണോ? ഇത് ബ്രാൻഡ് മേക്കപ്പ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഒറ്റ പാലറ്റിനകത്ത് ശരിക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും എനിക്കറിയില്ല, പക്ഷെ ആക്ച്വലി ഈ ഒരു ഒറ്റ പ്രോഡക്റ്റിന്റെ ആവശ്യമാണ്. ഇതില് കോണ്ടോർ ചെയ്യാനും ഹൈലൈറ്റ് ചെയ്യാനും ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, ഐ ഷാഡോ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിനകത്ത് ഇന്ത്യൻ ടോൺസിനൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു പാലറ്റ് അത്. ലൈക്ക് യു ക്യാൻ ബിൽഡ് യൂസിങ് ദിസ്. അൺഈവൻ ടോൺ ഒക്കെ ഉണ്ടെങ്കിൽ പല ഫേസിലെ പല പോർഷനിൽ ലൈക്ക് പല കളർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഫോർ എവർ. ആക്ച്വലി ഇതിന്റെ കാര്യമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ഐ ഡോണ്ട് ഈവൻ നോ why all this is here. Then സ്പഞ്ചിലാണ് ഞാൻ സാധാരണ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ബ്ലഷ് മാത്രം അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് ഞാൻ വെക്കും. ഇത് എപ്പോഴും വെക്കാറില്ല, ഇപ്പം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട്. Another lipstick shade in the same shade group. Maybelline. Another lipstick from the same shade group. ഇത് ഭയങ്കര വൈറലായിട്ട് മേബിളിന്റെ ഒരു സമയത്ത് സൂപ്പർ സ്റ്റേ വന്നിട്ട്. മേബിളിൻ സൂപ്പർ സ്റ്റേ വിനായലോ കോഡ് അങ്ങനെ എന്തെങ്കിലും. ഇതിന്റെ പേര് സൽസ. നോട്ട് സാൽസ അല്ല, നോട്ട് സൽസ, പക്ഷെ സാൽസ. ഇതും മേബിളിന്റെ ഐബ്രോ ഭയങ്കര തിക്ക് ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് എന്റെ ആവശ്യം വരില്ല. എനിക്ക് ആവശ്യം വരാറുണ്ട്. ഐബ്രോസ് ഇല്ലാത്ത എനിക്ക് ഐബ്രോസ് ഉണ്ട്, പക്ഷെ കുഞ്ഞൊരു ഗ്യാപ്പ്. ഇത് അനദർ സ്പഞ്ച് ഫോർ മേക്കപ്പ്. ഇതും ഫെൻഡി. ഇതിന്റെ ആവശ്യം ശരിക്കും ഇത് സോൾവ് ചെയ്യേണ്ടതാണ്, പക്ഷെ ഇതെന്താണെന്നറിയോ, ഇത് ഓൾമോസ്റ്റ് തീരാനായി. ഇത്രയും യൂസ് ചെയ്ത് തീർന്നതാ. ഇത് വെച്ചാ ബ്ലഷ് പർപ്പിൾ കളറാ. അപ്പം കുറച്ച് ബ്രൗൺ ഷെയ്ഡ് ഉള്ള ആൾക്കാർക്ക് ഇത് കളർ തിയറി വെച്ച് നോക്കുമ്പോൾ ഇതൊരു പിങ്ക് ആയിട്ട് വരും. നമ്മള് പർപ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്താലും. സോ ഒരു സമയത്ത് ഈ പർപ്പിൾ ബ്ലഷസ് ഭയങ്കര വൈറലായിരുന്നു. ആ സമയത്ത് വാങ്ങി വെച്ചതാണ്. അനദർ ബ്ലഷ്. ലൈറ്റ് കളർ ബ്ലഷ്. എനിക്കറിയില്ല, നൂഡ് ഷെയ്ഡ്. ലൈക്ക് അധികം മേക്കപ്പ് ഇടാതെ പോകുന്ന ഒരു സ്ഥലത്ത്. ഇവിടെ മേക്കപ്പ് ഇട്ടാലും ഈ സെറ്റിംഗ്സ് ഒന്നും ഇടാത്തതുകൊണ്ട് പെട്ടെന്ന് പോകും. അപ്പം
ഒരു സെറ്റിംഗ് സ്പ്രേ കൂടെ ആവാം. അത് ശരിയാ. എനിക്കെന്തോ അങ്ങനെ മുഖത്തോട്ട് സ്പ്രേ ചെയ്യുന്ന ഫീലിംഗ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമല്ല. എനിക്ക് പറ്റാത്ത പോലെ തോന്നും. പക്ഷെ സെറ്റിംഗ് സ്പ്രേ ഗുഡ്. അല്ലെങ്കിൽ മേക്കപ്പ് നിൽക്കില്ല. ഇത് രണ്ടും സെയിം ബ്രാൻഡ് അല്ല. ഇവർ പ്രൊഡക്ഷൻ നിർത്തി അൺഫോർച്ചുനേറ്റ്ലി. അതുകൊണ്ട് ഞാനിങ്ങനെ ഹോൾഡിങ് ഓൺ ടു ദം. കാണിക്കാൻ പുറത്ത് പറ്റുമ്പോ ഞെക്കി പിഴിഞ്ഞ് ഇതെന്നെ കംപ്ലീറ്റ്ലി തീർന്ന ദാറ്റ് ഷോസ് ഹൗ ഗുഡ് ദ പ്രോഡക്റ്റ് ഭയങ്കര. It's called Skin 1004 Centella Madagascar. I don't know which one is the actual brand name. ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഒരു ഗ്ലോ വരും കണ്ടോ പെട്ടെന്ന് പോയി. വെരി ഈസി ടു അപ്ലൈ. ഇത് ഭയങ്കര വൈറലായിരുന്ന അഗെയിൻ ദി ബെസ്റ്റ് ലിപ് ലൈനേഴ്സിൽ ഒന്നാണ്. ഇതിന്റെ പേര് എന്താ ലിമിറ്റ്ലെസ് ബ്രൗൺ എന്നുള്ള ഒരു ഷെയ്ഡ്. അത് നല്ല ബ്രൗൺ ആണ്. ഇന്ത്യൻ സ്കിൻ ടോണിന് മേക്കപ്പ് ഫോർ എവറിന്റെ തന്നെ ഇന്ത്യൻ സ്കിൻ ടോണിന് ബെസ്റ്റ്. ഈ ഷെയ്ഡ്സിന്റെ ഒക്കെ കൂടെ നന്നായിട്ട് പോകും. ഇത് ഞാൻ ഇപ്പം ഈ പെർഫ്യൂമിനകത്ത് കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് അത് അധികം വെയിറ്റ് ഇല്ല. അതിപ്പോൾ വെയിറ്റ് ഒത്തിരി ഉള്ള സമയത്ത് ഇതൊരു പെർഫ്യൂം ഡിസ്പെൻസർ സോർട്ട് ഓഫ് തിങ്. ഇതിനകത്ത് ഇങ്ങനെ കുത്തി വെച്ച് ഈ സാധനം റിമൂവ് ചെയ്തിട്ട് ഇതിൽ കുത്തി വെച്ച് ഇങ്ങനെ സ്ക്വീസ് ചെയ്താൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. കൊള്ളാല്ലേ, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള. അപ്പം ബാഗ് ഒത്തിരി വലുതാവുമ്പോ എന്നെ മാതിരിയുള്ള ആൾക്കാർക്ക് ചെറുതാക്കാൻ വേണ്ടി എത്ര ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇത് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ നല്ല എളുപ്പം. അത് സ്പ്രേ ലൈക്ക് ഇങ്ങനെ ഇതിന്റെ അടിയിലുള്ള ഹോൾ കൂടെ വളരെ ക്യൂട്ടായിട്ട്, പിന്നെ ചെറിയ സൈസിലാണുള്ളത്. ചെറിയ സൈസില് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട. അതായത് ഐഡിയ ഇസ് ടു നോട്ട് ക്യാരി ദിസ്. ഞാൻ രണ്ടും എടുക്കും. സമാധാനം ഒന്ന് മാത്രം എടുക്കും. ഇത് ബങ്കർ ബോൾ. ഇങ്ങനെ ബോറടിക്കുമ്പോ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് എന്റർടൈൻ ചെയ്യാൻ ഒരു ബോൾ. അതെന്ത് എൻ്റെ ഒരു ക്ലിപ്പ്. എനിക്ക് മൈ ഗേവ് ദിസ് ടു മീ. ഇവിടെ വരുമ്പോഴത്തേക്കും മുടിയൊക്കെ ഇങ്ങനെ ഭൂന്നിരിക്കുന്നതുകൊണ്ട് ഷീ ഗേവ് ദാറ്റ് ടു മീ. പിന്നെ ഒരു അഗ്ലി ചീപ്പ്, പക്ഷേ ഇറ്റ്സ് വെരി ടൈനി, സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. പിന്നെ ഐ ഹാവ് ദിസ് വെരി സെഫോറയിൽ നല്ല ഒരു ഐലൈനർ. അഗൈൻ ഇതിന്റെ ഒക്കെ പെയിന്റ് പോയതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എത്ര യൂസ്ഫുൾ ആയി പ്രോഡക്റ്റ് എന്നുള്ളത്. അത്രയും യൂസ് ചെയ്ത് ലവ്ഡ് പ്രോഡക്റ്റ്. ആക്ച്വലി ഇതൊരു ബ്രാൻഡ് റിയലൈസിങ് ഇവിടെ എന്തോരം സാധനങ്ങൾ ഒരു കുഞ്ഞു ബാഗിന്റെ ഉള്ളിൽ മേശ നിറയെ സാധനങ്ങള്. ഇത് ഞാൻ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്റെ ബാഗിൽ എപ്പോഴും കാണും. ഇതില്ലാതിരിക്കുമ്പോ എനിക്കൊരു ടെൻഷനാ. അയ്യോ ഇത് ഉള്ളപ്പം അതവിടെ ഉണ്ടല്ലോ, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് ആരോ എടുക്കും പക്ഷെ എടുക്കത്തില്ല. അങ്ങനത്തെ ഒരു സാധനം വിട്ടു പോകാനും പറ്റില്ല, മോസ്റ്റ്ലി എക്സ്പയർ ആയി കാണും. എക്സ്പയർ ഡേറ്റ് ഒക്കെ പോയി ഇതിനകത്ത്, പക്ഷെ എക്സ്പയർ ആയി കാണും. അത്രയുമാണ് എന്റെ മേക്കപ്പ് സാധനം. കംപ്ലീറ്റ് ആയി. അടുത്ത് നമ്മൾ ബാഗും കഴിഞ്ഞു. പക്ഷെ ബാഗിൽ ഒരു സ്പെഷ്യൽ സാധനം കാണിക്കാനുണ്ട്. അപ്പം ഈ ഒരു ബാഗ് ഇങ്ങനെ ഇതില് ഇത്രയും സാധനങ്ങൾ ഏതെങ്കിലും എടുക്കണമെങ്കിൽ എനിക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മളെല്ലാം കുടഞ്ഞിട്ട് നോക്കി ഭയങ്കര പാടായി എടുക്കാൻ. അതുകൊണ്ട് ഐ ഹാവ് ദിസ് ഓർഗനൈസർ ഇൻസൈഡ് മൈ ബാഗ്. പെണ്ണുണ്ട്. അപ്പം എന്നെ മുടി. അപ്പം ഈ ഒരു ഓർഗനൈസറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എടുക്കാൻ എളുപ്പമാണ് എനിക്ക്. ഈ പോക്കറ്റ്സിനകത്തൊക്കെ വെച്ചിട്ട് ഇതിപ്പോ എനിക്ക് ബാഗ് ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്നോണ്ട് ഈ ബാഗ് യൂസ് ചെയ്യും. ഇതിന്റെ അകം ഇങ്ങനെ, ഇതിന്റെ അകം എംപ്റ്റി, ഓൾമോസ്റ്റ് ഒറ്റ ഒരു പോക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതില് ഞാൻ എല്ലാം കൂടെ വെച്ചിട്ട് ഐ കീപ് ദിസ് ഇൻ. ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഇത് ഓൾസോ യു ക്യാൻ ഡിറ്റാച്ച്. ഇപ്പം വലിയ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ ഇത് വെൽക്രോ വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കാം. ഇപ്പം വെൽക്രോ ഡിറ്റാച്ച് ചെയ്താല് ഇതിൽ കൂടുതൽ സാധനങ്ങൾ വെക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് വരുന്നോണ്ട് അത് ഒത്തിരി ഇങ്ങനെ തോന്നാത്ത. ഇത് പിന്നെ ഇതൊക്കെ നമുക്ക് എവിടെ വാങ്ങിക്കാൻ കിട്ടും ഈ സാധനമൊക്കെ? ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. അത്ര പൈസ ഒന്നുമില്ല. ഇത് ഞാൻ എന്റെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ ഇതിനകത്ത് സിബ് ഇല്ലാത്ത ബാഗാണ്. അതിൽ അറ്റാച്ച്മെന്റ്. ഇതിപ്പോ സിബ് ഇല്ലാത്ത ബാഗാ. അപ്പം നമുക്ക് പൈസ ഒരു രൂപ പോലും ഇല്ല. അപ്പൊ ഞാൻ എന്റെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കുക. എന്റെ കാറിന്റെ കീ ഒക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. ഇത് ഈ ബാഗിന്റെ തന്നെ അറ്റാച്ച്മെന്റ് ആണ്. ഞാൻ
അത് ഞാൻ ഊരിയെടുത്ത് വണ്ടീന്റെ മുകളിലും ഈ വണ്ടീന്റെ മുകളിൽ ഇതിലും വെച്ചിട്ട് തിരിച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു ബാലൻസ് ഒരു ഇത് ആൽഡോന്റെ ഒരു ബ്രാൻഡ് ആ ഒരു കാണിക്കാൻ വേണ്ടി ഒരു ബാഗ് ഷാമ, അതും പിന്നെ എന്റെ വീടിന്റെ താക്കോല്. ഇത് ഈ ത്രെഡിന്റെ മുകളിൽ ഇട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കാണാതെ പോകുമ്പോൾ ഇങ്ങനെ തപ്പുമ്പം ഒന്നാമത് ബ്രൈറ്റ് കളർ ആയതുകൊണ്ട് അത് എടുക്കാൻ പറ്റും, പ്ലസ് ഈ വള്ളി കയ്യിൽ തടയുമ്പം എടുക്കാൻ എളുപ്പം. അവിടുത്തെ വീടിന്റെ താക്കോല്. പിന്നെ അഗെയിൻ കുറെ കമ്മല്. ഞാൻ എവിടെ പുറത്തൊക്കെ പോയി വെയിറ്റ് ഉള്ള കമ്മല്. ഇവിടെ വരുമ്പോ ഈ ചുരിദാറൊക്കെ ഇടുമ്പം അതിന്റെ കൂടെ ഇടാൻ വേണ്ടി അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ പോവാൻ ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ ഇതില് വെച്ച് ചെയ്ത് അതെടുത്ത് എന്റെ ബാഗ് ഓർഗനൈസറിന്റെ നടുക്കിൽ വെക്കും. എന്നിട്ട് വെൽക്രോ വെച്ച് കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ ഈസി ആയിട്ടില്ല ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് അസംബ്ലി ചെയ്യാൻ പറ്റും. ലൈക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ അസംബ്ലി ആണെങ്കിൽ 1 2 3 4 5 വാസൊക്കെ ദീർഘ ഇതൊരു കട തുടങ്ങാനുള്ള സാധനങ്ങൾ കണ്ടോ. ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ഫോർ മീ ടു ടേക്ക് ഇറ്റ് ഔട്ട് നെക്സ്റ്റ് ടൈം. ആക്ച്വലി ഇതൊരു നല്ലൊരു സാധനം. എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് ഞാൻ ഇത് എല്ലാ ബാഗ്സിനും നമുക്ക് ഇങ്ങനത്തെ ഓപ്പൺ ബാഗ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ബാഗ്സ് നമ്മൾ ചിലപ്പോൾ നല്ല ഡിസൈൻ ആകുമ്പോൾ നമ്മൾ വാങ്ങിക്കും, ഇഷ്ടപ്പെട്ടു വാങ്ങി. പക്ഷെ നമുക്ക് പേടിച്ചിട്ട് പുറത്തേക്ക് ഇതൊന്നും ഇല്ലാതെ നമുക്ക് പേടിയാവും ലൈക്ക് എല്ലാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഈ ബാഗ്. അതിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും പേരോ അങ്ങനെ എന്തെങ്കിലും ബാഗ് ഓർഗനൈസർ യൂട്യൂബില് ആമസോണില് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ. അധികം പൈസയും അല്ല അതിന്, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതെന്ന് വെച്ചാൽ കണ്ടോ ബാഗ് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. അതാണ് എന്റെ വെരി ടൈനി. നോ ഇറ്റ്സ് നോട്ട് ടൈനി, പക്ഷേ ഇറ്റ്സ് നോട്ട് ഹ്യൂജ്. ഒതുങ്ങിയിരുന്നോളും അങ്ങനെ. അതാണ് എന്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് ലോങ് വീഡിയോ. അപ്പൊ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആക്ച്വലി ഈ ബാഗിന്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിഞ്ഞത് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാകത്തില്ല. ശരിക്കും ആ ഒരു ഓർഗനൈസർ ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ മനസ്സിലായത്. പക്ഷെ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടൊരു ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ട്രാവൽ ചെയ്യുന്നത് ആ സമയത്ത് അത് ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ എല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ്. സോ അങ്ങനെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ. Thank you. Bye.